സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടിരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 8 ശ്ലോകം വരെ നമ്മൾ കണ്ടു. വാസുകിയുടെ ശരീരത്തിലും ദേവന്മാരുടെയും അസുരന്മാരുടെയും ശരീരത്തിലും ഭഗവാൻ ശക്തിയായിട്ടും ഓജസ്സായിട്ടും പ്രവേശിച്ചു. പാലാഴി മദനത്തെ സൗകര്യപ്രദമാക്കി തീർക്കാൻ ശ്രമിച്ചു. ഇനി അതിൽ നിന്ന് ആ കടച്ചിൽ അങ്ങനെ വർണ്ണിക്കുകയാണ്. 9ാമത്തെ ശ്ലോകം. ഉദ്ദാമ ഭ്രമണ ജവോന്നമത് ഗിരീന്ദ്ര നസ്തേകത്തിരതരകർത്തപങ്കജം ത്വാമ ഭ്രാന്തേ വിധിഗിരിശാതയ പ്രമോദാതു ഭ്രാന്താനുപരുപാത്ത പുഷ്പവർഷ. ഉദ്ഭ്രാമ ഭ്രമണ ജവോന്നമത് ഗിരീന്ദ്ര തസ്തേകത്തിരതരകർത്തപങ്കജം ത്വാം. ശക്തിയോട് കൂടിയ തിരിച്ചിലിൻ്റെ വേഗം നിമിത്തം തിരിയാണ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ തിരിയാണ്. ഭ്രമണം, ഉദ്ഭാമ ഭ്രമണം, ശക്തിയോട് കൂടിയിട്ടുള്ള തിരിച്ചിൽ. അപ്പം അതുകൊണ്ട് പർവ്വതം മേലോട്ട് പൊന്തി വരാൻ തുടങ്ങി. കീഴ്പ്പെട്ട് പോയതിനെ തടഞ്ഞു, കൂർമാവതാരം സ്വീകരിച്ചു. മേപ്പെട്ട് പോണതിനും എന്താ ചെയ്യുക? അതിനും വേണമല്ലോ. അതിന് ഭഗവാൻ പുതിയ അവതാരമൊന്നും എടുത്തില്ല. അവിടെ നിൽക്കണ്ടല്ലോ താൻ. ആ കൈ കൊണ്ട് എന്ത് ചെയ്തു? ഒന്നങ്ങോട്ട് തടഞ്ഞു. അത്രയേ വേണ്ടൂ. ഭഗവാനിപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ. കൂർമാവതാരം സ്വരൂപിച്ച് വെള്ളത്തിൻ്റെ ഉള്ളിൽ താങ്ങി നിർത്തി മോളയ്ക്ക് വരാണ്ടിരിക്കാൻ കൈ കൊണ്ട് തടയുകയും ചെയ്തു. നട്ടും ബോൾട്ടും കെട്ട് ഒരു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രൂവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോവാതെ ഉറപ്പിച്ച് നിർത്തുന്ന പോലെയാണ് ഇവിടെ മെക്കാനിസം. താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ കൂർമ്മസ്വരൂപിയായിട്ട് നിന്നു. മോളയ്ക്ക് പൊന്തി വരാണ്ടിരിക്കാൻ തൻ്റെ കയ്യ് അവിടെ ഒരു തടവായിട്ട് കൊടുത്തു. ഇനി എവിടേക്കും പോവില്ലല്ലോ, സൈഡിലേക്ക് പോവില്ല, അവിടെ ചുറ്റി കടയല്ലേ. അപ്പോൾ ഉദ്ദാമ ഭ്രമണ ജവോന്ന മദ്ഗിരീന്ദ്ര തസ്സേക സ്ഥിരതര ഹസ്തപങ്കജത്വം. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ കൈത്താമര, തൻ്റെ കയ്യാകുന്ന താമര വെച്ചിട്ട് മുകളിലേക്ക് പർവ്വതം വരുന്നതിനെ ഭഗവാൻ തടഞ്ഞു. താഴത്തേക്കോ കൂർമാവതാരമായിട്ടും തടഞ്ഞു. അഭ്രാന്തേ വിധിഗിരിശാദയ. ഇതെല്ലാം ബ്രഹ്മാവ്, ശിവൻ മുതലായിട്ടുള്ളവർ കണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. അവർ കണ്ട് പ്രമോദാത് സന്തോഷത്തോടു കൂടി പുഷ്പവൃഷ്ടി ചെയ്തു. പ്രമോദാത് ഭ്രാന്ത ഉപാത്ത പുഷ്പവർഷ. പുഷ്പവർഷം, പുഷ്പവൃഷ്ടി. സന്തോഷത്തോടു കൂടിയിട്ട് അവർ പുഷ്പവൃഷ്ടി ചെയ്ത് ഈ പാലാഴി കടലിന് എല്ലാവിധ ആശംസകളും നേരുന്നത് പോലെ പുഷ്പവൃഷ്ടി ചെയ്ത് ഈ പ്രവൃത്തിയെ കണ്ട് സന്തോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഉദ്ഭ്രാമ ഭ്രമണ ജവോന്നമത് ഗിരീന്ദ്ര നസ്തേക സ്ഥിരതരഹസ്തപങ്കജം ത്വാം. അഭ്രം ആകാശം. അഭ്രാന്തേ വിധിഗിരിശാദയ. വിധി ബ്രഹ്മാവ്, ഗിരിശൻ ശിവൻ. വിധി ബ്രഹ്മാവാണ്. വിധിഗിരിശാദയ പ്രമോദാതു ഭ്രാന്ത നുനുപുരുപാത്ത പുഷ്പവൃഷ. പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത് അവർ കടച്ചിലിനെ നല്ലപോലെ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്തു. അടുത്തത് ദൈത്യൗഘേ ഭുജഗമുഖാലിനേന തപ്തേ തേനേവ ത്രിദശ കുലേപി കിഞ്ചിതാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷന്നമരഗണാൻ നദൈത്യസംഘാൻ. കാടയാൻ തുടങ്ങിയപ്പോൾ പാമ്പിൻ്റെ ശരീരം ഇവർക്കൊക്കെ ഇപ്പോൾ അധ്വാനിക്കേ വേണ്ടൂ. പാമ്പിന് അതിലും വലിയൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ സഹിക്കേണ്ടത് തൻ്റെ ശരീരം കൊണ്ടാണ്. അതിങ്ങനെ ഞെരിയാനും വിളിയാനും വേദനിക്കാനും. ജീവിയല്ലേ, അതിനെ കൂട്ടിയിട്ടാണ് കടയണത്. ഇത്രയും വലിയ പർവ്വതത്തെ കടയുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ താത്തിയാണ് കേട്ടോ. കഥ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്. കഥയൊക്കെ കഴിയുമ്പോഴേ പറയുള്ളൂ. ഇനി അമൃതമൊക്കെ കിട്ടിയതിന് ശേഷം അതിൻ്റെ ആ ഒരു കഥ പറയും. പ്രാവർഷന്നമരഗണാൻ.
അപ്പോൾ പറഞ്ഞു ദൈത്യൗഘേ ആ അസുരൻ ഈ പാമ്പ് എന്ത് ചെയ്തു, കുറേശ്ശെ വിഷജ്വാല വായെന്ന് ഇങ്ങനെ ചീറ്റാൻ തുടങ്ങി. ചില്ലറ വിഷവും മറ്റാണോ വാസുകിക്ക് ലോകം മുഴുവൻ നശിപ്പിക്കാൻ പറ്റും. ഇതിങ്ങനെ ചീറ്റുക, ശരീരം മുഴുവൻ പൊട്ടിയിട്ടും ബുദ്ധിമുട്ടിയിട്ടും ആകുമ്പോൾ ഭുജകമുഖാനിലേന തപ്തേ. അപ്പോൾ ആ ഭുജകം പാമ്പിൻ്റെ മുഖത്തിൽ നിന്ന് വരുന്ന അഗ്നി വിഷം, അനിലെന്ന് പറഞ്ഞാൽ ഇവിടെ വിഷമാണ്, വിഷക്കാറ്റേറ്റ് ആരാ അവിടെ ഉള്ളവർ അസുരന്മാരെ അവിടെ ആക്കി തീർത്തു ഭഗവാൻ. ഇത് ഭഗവാന് നേരത്തെ അറിയാം. ഇവിടെ ദേവന്മാർ നിങ്ങൾക്ക് വാലാണ് കേട്ടോ നല്ലത്, അവിടേക്ക് ഈ വിഷജ്വാല ഇവിടെ എത്തണ പോലെ എന്തായാലും എത്തില്ലല്ലോ, കുറച്ച് ദൂരണ്ടേ, പർവ്വതമാണല്ലോ, ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് എത്തില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ദേവന്മാരോട് വാലിൻ്റെ അടുത്തേക്ക് ആക്കി. ആദ്യം തന്നെ പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്നും പറഞ്ഞു അസുരന്മാർ. നിങ്ങൾ വായിൻ്റെ മുഖത്ത് പിടിച്ചോളെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ എന്ത്, നിങ്ങൾ വാല് പിടിക്കാൻ പറഞ്ഞു. അയ്യേ നിങ്ങൾ വാല് പിടിക്കില്ല, വേണ്ട, നിങ്ങൾക്ക് തലേനെ നന്നാവുക. എന്നപ്പോൾ എന്തായി, ഭുജകമുഖാനിലേന തപ്തേ, വിഷക്കാറ്റുകൊണ്ട് അവർ വല്ലാതെ കഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ദേവന്മാർക്കും ഈ വിഷക്കാറ്റ് അനുഭവപ്പെട്ടു. ഒരു പർവ്വതത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് അവർ അത്ര ദൂരമൊന്നുമില്ല. അവിടെ ഭഗവാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. തേനേവ ത്രിദശ കുലേബി കിഞ്ചിതാർത്തേ. ദേവന്മാർക്ക് ത്രിദശൻ ദേവന്മാർ, അതായത് ബാല്യം, കൗമാരം, യൗവനം, ഈ മൂന്നവസ്ഥയുള്ളതുകൊണ്ടാണ് അവർക്ക് ഈ ത്രിദശന്മാരെന്ന് പറയണത്. നാലാമത്തെ അവസ്ഥയില്ല, വാർദ്ധക്യമില്ല. സ്വതവേ ഇപ്പോൾ വന്നു കേട്ടോ വാർദ്ധക്യം, അത് പ്രത്യേക കാരണം കൊണ്ടാണ്. സാധാരണ അവർക്ക് വാർദ്ധക്യം വരില്ല. ഇപ്പം ത്രിദശ കുലേബി, ദേവന്മാരും ആ കുലവും ലേശം ബുദ്ധിമുട്ടി. ഇവർക്കുള്ള അത്ര വിഷമമുണ്ടായില്ല, കാരണം ഇവർ വാലിൻ്റെ ഭാഗത്തായതുകൊണ്ട്. കിഞ്ചിതാർത്തെ, കുറച്ചിങ്ങനെ വിഷമിച്ചു, മുഴുവൻ വിഷമിച്ചില്ല. ഇവർ വിഷമിച്ച അത്ര വിഷമിച്ചില്ല. തേനേവ ത്രിദശ കുലേബി കിഞ്ചിതാർത്തെ. ഈ കൂന്ന് വായിക്കുമ്പോൾ ഒക്കെ തെറ്റിക്കരുത്, കൂന്ന് തന്നെ വായിക്കണം കേട്ടോ. കുനിവ് ചിലപ്പോൾ ചില പ്രിൻ്റിൽ കാണില്ല, വളരെ ചെറുതായിട്ടേ കാണുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലരും കലേബി എന്ന് വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയണത്. കൂന്നുള്ളിടത്ത് കാന്ന് വായിക്കരുത്, കാന്നുള്ളിടത്ത് വായിക്കരുത്. അതവിടെ റെഡിങ് കൊണ്ട് എഴുതിയാലും കൂടി വിരോധമില്ല, തെറ്റിക്കാതിരിക്കുകയാണല്ലോ വേണ്ടത്. ത്രിദശ കുലേബി കിഞ്ചിതാർത്തെ, കലേബി അല്ല. കാരുണ്യാത്തവ കില ദേവവാരിവാഹ. അപ്പം ദേവന്മാരോട് എത്രയായാലും ഭഗവാന് ചെറുതായിട്ടൊരു പക്ഷഭേദം ഉണ്ടാവും. അവിടെ മഴ പെയ്യിച്ചു. ആ മഴ കൊണ്ട് ഇതിൻ്റെ ആ ചൂട്, വിഷത്തിൻ്റെ ചൂടും വിഷമവും കുറച്ചു. പ്രാവർഷൻ, മഴ പെയ്യിച്ചു. എവിടെ? അമരഗണാൻ, ദേവന്മാരോട്. ആസുരന്മാരുടെ അവിടെ മഴ പെയ്യിച്ചതുമില്ല, അവർ ഇത്തിരി ബുദ്ധിമുട്ടട്ടെ, അഹങ്കാരികളല്ലേ. ന ദൈത്യസംഘാൻ, ആസുരന്മാരെ അങ്ങനെ ചെയ്തില്ല. ഭഗവാനൊരു ലേശം പക്ഷഭേദം ദേവന്മാരോടുണ്ട്. കാരുണ്യാത്തവകില ദേവ, അല്ലയോ ദേവ, കാരുണ്യം കൊണ്ട് വാരിവാഹ പ്രാവർഷൻ, മഴ കൊണ്ട് ദേവന്മാരെ തണുപ്പിച്ചു, ആശ്വാസം കൊടുത്തു. ന ദൈത്യസംഘാൻ, അസുരന്മാർക്ക് ആശ്വാസം, ആനുകൂല്യം ലഭിച്ചതുമില്ല. അതിനുവേണ്ടിയാണ് അവരെ വാലിൻ്റെ ഭാഗത്തേക്ക് ആക്കിയത്. ദൈത്യ ഔഖേ, അസുരന്മാർ. ഭുജകമുഖാനിലേന തപ്തേ, പാമ്പിൻ്റെ വായിൽ നിന്ന് പറ്റിയ പുറത്തേക്ക് വന്ന ജ്വാല കാരണം ദുഃഖിച്ചു. തേനേവ ത്രിദശ കുലേബി കിഞ്ചിതാർത്തെ, അതുകൊണ്ട് തന്നെ ത്രിദശന്മാർ, ദേവന്മാർ കുറച്ചും ബുദ്ധിമുട്ടി. ഇവർ അധികം ബുദ്ധിമുട്ടി, ഇവർ ദേവന്മാർ കുറച്ച് ബുദ്ധിമുട്ടി. കാരുണ്യാത്തവകില ദേവവാരിവാഹ, കാരുണ്യം കൊണ്ട് ഭഗവാൻ മഴ നൽകി ദേവന്മാരെ ആശ്വസിപ്പിച്ചു. പ്രാവർഷൻ അമരഗണാൻ, ദേവന്മാരെ ആശ്വസിപ്പിച്ചു. ന ദൈത്യസംഘാൻ, ദൈത്യന്മാരെ ആശ്വസിപ്പിച്ചതും ഇല്ല, അവർക്ക് ആ ഒരു ആനുകൂല്യം കിട്ടിയില്ല. ഇനി അവസാനത്തെ ശ്ലോകമാണ്. ഉത്ബ്രാഹ്മ്യഗുതിമി നക്രചക്രവാളെ തത്ര ദോചിരമതിദേബി നിർവികാരേ ഏകർത്തം കരയുഗകൃഷ്ടസർപ്പരാജ സംരാജൻ പവനപുരേശ പാഹിരോഗാൻ. ഉത്ബ്രാഹ്മ്യഗുതിമി നക്രചക്രവാളെ, വളരെ തിമിംഗലങ്ങളും മുതലകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കടച്ചിൽ കാരണം പരിഭ്രമിച്ച് പായുണ്ട്. കുറേ നേരം ഒരു മാറ്റവും ഉണ്ടായില്ല. അനവധി നേരം കടയണം, എന്നാലേ അമൃത് കിട്ടൂ. വേഗം കിട്ടുമോ വെച്ചാൽ കിട്ടില്ല. നക്രചക്രവാളെ, നക്രം, മുതല, അതൊക്കെ ഉണ്ടായി. വളരെ നേരം ചിരമതിതേ, മഥനം ചെയ്തിട്ടും നിർവികാരേ, യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഏകത്വം കരയുക കൃഷ്ണസർപ്പരാജ, ഒരു കൈ കൊണ്ട്
ആ മലയുടെ മുകളിൽ അങ്ങനെ തടഞ്ഞ് വാസുകിയെ വലിച്ചു കടഞ്ഞുകൊണ്ട് ഒരു കൈ കൊണ്ട് വലിച്ചു ഒരു കൈ കൊണ്ട് തടയുകയും ചെയ്തു. പർവ്വതം മുകളയ്ക്ക് വരരുതല്ലോ. ഒരു കൈ കൊണ്ട് വലിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഒരു കൈ കൊണ്ടോ പർവ്വതത്തെ തടയുകയും ചെയ്തു. ഏക ത്വം കരയുക കൃഷ്ണസർപ്പരാജ, അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണേ. ഏക ത്വം കരയുക കൃഷ്ണസർപ്പരാജ സംരാജൻ പവനപുരേശ പാഹിരോഗാൽ പ്രാമ്യത്പുകുതുമി നക്രചക്രവാളെ, നക്രം ചക്രവാളങ്ങൾ മുതലായിട്ടുള്ളതൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു. എങ്കിലും തത്രാബ്ധൗ ആ സമുദ്രത്തിൽ ചിരമതിദേവി വളരെയേറെ കടഞ്ഞിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ഏകസ്തം കരയുക കൃഷ്ണസർപ്പരാജ, ഒരു കൈകൊണ്ട് സർപ്പത്തിനെ പിടിച്ച് വലിച്ചു, മറ്റേ കൈകൊണ്ട് പർവ്വതം തടയുകയും ചെയ്തു. അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.